ദൈവമെന്ന് നമ്മളോട് പറയുന്ന ചില സ്വർഗീയ മർമ്മങ്ങൾ ദൈവമെന്ന് നമ്മളോട് പറയുകയാണ്. ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കണമെങ്കിൽ എന്തായി തീരണം? ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിക്കോദിമോസെ നീ എന്ത് ചെയ്യണം? നിക്കോദിമോസെ നീ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. എന്താണ് വീണ്ടും ജനിക്കുക? വീണ്ടും ജന്മം പ്രാപിച്ച അവസ്ഥ അനുഭവമുള്ളവരൊന്ന് കരമുയർത്താമോ? കരമങ്ങോട്ട് ഉയരുമ്പോൾ ഐശ്വര്യമായിട്ട് ഉയരണം. കുറച്ച് കരങ്ങളുണ്ട്, താത്തിക്കോ. ഈ മാനസാന്തരവും വീണ്ടും ജന്മം തമ്മിലുള്ള ബന്ധം തന്നെ. മാനസാന്തരം ഒരു അനുഭവമല്ലേ? നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്തുവാ? അതോ വീണ്ടും ജന്മമാണോ? ആദ്യം എന്താ സംഭവിക്കുന്നത്? അല്ലേ? ആണോ അല്ലയോ? എന്താ മാനസാന്തരം? അതൊന്ന് പറയാമോ? റിപ്പൻറ്റൻസ്. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അനുതപിക്കുക. ഫസ്റ്റ് സ്റ്റേജ് അവിടെയാണ് തുടങ്ങുന്നത്. ഞാൻ ചെയ്തു പോയല്ലോ ഓർത്ത് അനുതാപം. ഈ അനുതാപം പൂർണ്ണമാണെങ്കിൽ അത് എന്തിലേക്ക് നയിക്കും? പാപം വിട്ട് യേശുവിലേക്ക് തിരിയാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നതാണ് എന്ത്? മാനസാന്തരം. ഞാൻ ഇത്ര നാളെ ജീവിച്ച പോലെ അല്ല എനിക്കിനി ജീവിക്കേണ്ടത്. ഇത്ര നാൾ നമ്മളിൽ എന്തൊക്കെ അശുദ്ധി ഉണ്ടായിരുന്നോ അതെനിക്കിനി വേണ്ട. ഈ തീരുമാനം എടുത്തുകൊണ്ട് യേശുവിലേക്ക് തിരിയാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവിടെ അതിനെന്ത് വിളിക്കാം? മാനസാന്തരം. ഇപ്പോഴും മാനസാന്തരം. പഴയ പാപങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പഴയ സ്വഭാവങ്ങൾ വിട്ടുമാറിയിട്ടില്ലെങ്കിൽ മാനസാന്തരത്തിലാണോ? പക്ഷെ നിങ്ങൾ ഹാളിനകത്ത് ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പഴയ സ്വഭാവങ്ങൾ. ഇന്നാളൊരു ആൻറ്റി പറയുക, പ്രാർത്ഥിച്ചപ്പോൾ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, ബ്രദർ എനിക്ക് ആ പഴയ കാര്യം എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. 16 വർഷം മുമ്പത്തെ ഏതോ സംഭവമാണ് പറയുന്നത്, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കത്തില്ല. അതെന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. സ്തോത്രം അതും കൂടെ പറഞ്ഞു. എന്തിനാ സ്തോത്രം പറയുന്നത്? പുതിയ മാനസാന്തരം എന്ന് പറഞ്ഞാൽ, ഞാൻ കർത്താവേ എനിക്ക് വിദ്വേഷം ഉണ്ടായിരുന്നു, എന്നിൽ വെറുപ്പുണ്ടായിരുന്നു, എന്നിൽ അശുദ്ധി ഉണ്ടായിരുന്നു. എനിക്കൊരു പേഴ്സണൽ സംഭവമുണ്ട്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്നെ ഒരു സാറ് ഭയങ്കരമായിട്ട് എന്നെ പീഡിപ്പിക്കുമായിരുന്നു. പീഡിപ്പിക്കാന്ന് പറഞ്ഞാൽ തെരഞ്ഞു പിടിച്ച് എന്നും ഈ നേർച്ചക്കോഴി എന്ന് പറയല്ലേ, എന്ന് എന്നാൽ അടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരുത്തനായിട്ടാണ് നമ്മളെ കാണുന്നത്. പുള്ളിക്ക് എന്നെ വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അനാവശ്യ കാര്യത്തിനൊക്കെ നമ്മൾ ശിക്ഷിക്കപ്പെടും. എനിക്കിത് ഭയങ്കര വിദ്വേഷമായിരുന്നു. കാര്യം ഒരു തെറ്റുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അഡ്മിറ്റ് ചെയ്യും, ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിനോട് ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര, നമുക്കറിയാം ഇന്നൊക്കെ ആണെങ്കിൽ അദ്ദേഹം ജയിലിൽ പോവും. പണ്ടങ്ങനെയല്ല. അധ്യാപകർ തല്ലിയാവുന്ന കേസ് വിഷയമല്ല. ഇന്നങ്ങനെയല്ല, തൊട്ടാ പ്രശ്നമാണ്. അപ്പോൾ ഈ അധ്യാപകരോട് എനിക്ക് ഭയങ്കര വിദ്വേഷമാണ്. ഇങ്ങനെ ഇരിക്കെ ആണ് ഞാൻ ദൈവവചനത്തിലേക്ക് വന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ വന്ന ആത്മീയത ജീവിതത്തിലേക്ക് വന്ന സമയത്ത് ഒരു ധ്യാനത്തിനിടയ്ക്ക് എനിക്കൊരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ഞാനന്ന് ആദ്യമായിട്ടാണ് ഒരു കൗൺസിലിങ്ങിന് വിധേയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ എന്താ കൗൺസിലിംഗ് എന്ന് എനിക്കറിയത്തില്ല, കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ മുമ്പിൽ നിന്ന കൗൺസിലർ എനിക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യകാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില വേദനകൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ആ ചോദിച്ച കാര്യത്തിൽ എന്നോട് ചോദിച്ചു, നിനക്ക് ചെറിയ പ്രായത്തിൽ തൊട്ടേ നിൻ്റെ ഒരു അധ്യാപകനോട് ഭയങ്കര വിദ്വേഷം നിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് ദൈവം വ്യക്തമായി പറയുന്നു. ഞാൻ ആ ഇരുന്ന കസേര നിന്ന് പറിച്ചു. കാരണം ഇത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വർഷങ്ങളായി ചെറുപ്പത്തിലുണ്ടായ ഒരു വിദ്വേഷം എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, വളരെ സത്യമാണ്, എനിക്ക് അദ്ദേഹത്തോട് പൊറുക്കാൻ സാധിക്കുന്നില്ല. കാരണം അന്യായമായി ശിക്ഷയേറ്റ ആളാണ് ഞാൻ. എനിക്കതിൻ്റെ വെറുപ്പും വിദ്വേഷവും എനിക്കിപ്പോഴും മാറിയിട്ടില്ല. 2 അധ്യാപകരോട് അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, അപ്പം അദ്ദേഹം പറഞ്ഞു, ക്ഷമിച്ച് നീ പ്രാർത്ഥിക്കണം. ഇത് കൗൺസിലറിന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. തല്ലുകൊണ്ടത് ഞാനാ. പുള്ളിക്ക് തല്ലുകൊണ്ടോ? ഇല്ല, തല്ലുകൊണ്ടത് ഞാനാ. അപമാനിക്കപ്പെട്ടത് ഞാനാ. എല്ലാവരുടെ മുമ്പിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് ഞാനാ. ഞാനേറ്റ മുറിവും എൻ്റെ ഒരു പയ്യൻ്റെ ഉള്ളിലേറ്റ മുറിവ് ഒരിക്കലും മാറത്തില്ല. അദ്ദേഹത്തിന് പറയാൻ എളുപ്പം,
മാറിട്ടെ എന്ന് പറഞ്ഞാൽ മാറുന്നതല്ല ആത്മീയ മുറിവ്. വിദ്വേഷം ക്ഷമിക്കാൻ പറയുന്നവർക്ക് എളുപ്പമല്ലേ, എങ്ങനെ മാറ്റും? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ മാറും? അദ്ദേഹം പറഞ്ഞു, നീ ആ വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഷൂബറിനോട് ചോദിച്ചു, ബ്രദറെ, എങ്ങനെയാണ് ഉള്ളിലേറ്റ വെറുപ്പും മുറിവും മാറ്റേണ്ടത്? എനിക്കൊരു പുതിയ സൃഷ്ടിയായി മാറണം, എനിക്ക് പഴയത് വേണ്ട. ബ്രദർ പറഞ്ഞു, 2 കാര്യങ്ങൾ നീ ചെയ്യണം. ഒന്ന്, നിനക്ക് ആരോടൊക്കെ വെറുപ്പ് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നീ കണ്ണടയ്ക്കുമ്പോൾ നിനക്ക് ഏറ്റ മുറിവുകൾ, നിന്നെ മുറിവേൽപ്പിച്ചവൻ്റെ മുഖം ഇപ്പോഴും നിൻ്റെ ഉള്ളിലുണ്ടോ? നിനക്ക് വേദന ഏറ്റ അനുഭവം ഇപ്പോൾ ഉള്ളിൽ ഒരു മുറിവായി കിടപ്പുണ്ടെങ്കിൽ ആ വിഷയത്തെ നീ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പേഴ്സണൽ പ്രയർ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നീ തലയെ കൈവച്ചിട്ട് പറയണം, യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ മുറിവുകൾ കഴുകപ്പെടട്ടെ. നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കൂ. ഒറ്റ പ്രാവശ്യമല്ല. ഒരു വിനോദം എന്ന് പറഞ്ഞ സാറാ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നല്ലൊരു മനുഷ്യനാണ്, നല്ലോണം പഠിപ്പിക്കും. ഒരു മാമ്പഴം എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട് വൈലോപ്പള്ളിയുടെ, മലയാളത്തിൻ്റെ സാറാ. മാമ്പഴം എന്ന് പറഞ്ഞ വൈലോപ്പള്ളിയുടെ ക്ലാസ് സാറിലെടുക്കുമ്പോൾ ക്ലാസ്സിലുണ്ടെന്ന് 72 പിള്ളേരും കരഞ്ഞോണ്ടാണ് മലയാളം ടെസ്റ്റ് അടയ്ക്കുന്നത്. നല്ലോണം പഠിപ്പിക്കും. പക്ഷേ എന്തോ നമ്മളും അവരോട് സിങ്ക് ആകത്തില്ല. ഇതാണ് പ്രശ്നം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ മനസ്സിനേറ്റ മുറിവുകൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ആവർത്തിച്ച് പ്രാർത്ഥിക്കും. ബ്രദർ പറഞ്ഞു, ഇത് 50 പ്രാവശ്യം നീ പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു. ഇത് തന്നെ. അപ്പം ഞാൻ തലയൊക്കെ വെച്ചിട്ട്, വാഷ് ഔട്ട് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, വാഷ് ഔട്ട് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മലമുകളിൽ പോയിരുന്ന പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ഹൃദയത്തിനേറ്റ മുറിവുകളെ കഴുകണമേ. ആവർത്തിച്ച് കഴി കുറച്ച് കഴിയുമ്പം ഈ വെണ്ണ അലിഞ്ഞു പോകുന്ന പോലെ ഉള്ളിലുള്ള വെറുപ്പുകൾ അലിഞ്ഞില്ലാതാകുന്നത് നിനക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പരിശോധിച്ച് നോക്കും. വർഷങ്ങൾക്ക് മുമ്പ് അമ്മായിയമ്മ തന്ന മുറിവുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സഹോദരൻ ചെയ്ത നമ്മളെ പറ്റിച്ചുകൊണ്ട് പൈസയും കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മുറിവുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. നിനക്കൊരിക്കലും വീണ്ടും ജന്മം ഉണ്ടാകാൻ സാധിക്കത്തില്ലെന്നാ ദൈവവചനം പറയും. ഞാൻ വചനം എടുത്ത് തെളിയിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ പല അശുദ്ധിയും ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് പുതുതായിട്ട് ജനിക്കാൻ ആർക്കും സാധിക്കാത്തത്. എത്ര പേരിവിടെ കൈവക്കി, ചുരുക്കം ചില കൈകൾ മാത്രം ഉയർത്തുള്ളൂ. ബോൺ അഗെയിൻ ആണെന്ന് പറയാൻ ഇവിടുത്തെ 98% വ്യക്തികൾക്ക് സാധിക്കുന്നില്ല. ഞാൻ ബോൺ അഗെയിൻ എന്ന് പറയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവിടെയാണ് അനുഗ്രഹം തടസ്സപ്പെട്ട് കിടക്കുന്നത്. ഇന്ന് ഈ ക്യാമ്പ് വിട്ട് പോകുന്ന വഴിക്ക് ഒരു മരണം വന്നാൽ ദൈവരാജ്യത്തിൽ എത്തത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. നീ പുതുതായിട്ട് ജനിക്കാതെ സ്വർഗരാജ്യം അവകാശപ്പെടാൻ സാധിക്കത്തില്ല. ഇതിന്റെ മർമ്മം ഞാൻ പറഞ്ഞു തരാം ചുരുങ്ങിയ സമയം കൊണ്ട്. എന്ന് പറഞ്ഞാൽ, നീ പുതിയതായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈ നമ്മുടെ ഉള്ളിൽ ഈ കുഞ്ഞിൻ്റെ ഭ്രൂണം ഉണ്ടാകുമ്പോൾ, എനിക്കറിയാം മെഡിക്കൽ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം, ഈ എത്രാമത്തെ സമയം തൊട്ട് ഹാർട്ട് ബീറ്റ് അറിയുന്നത്? 3-ാമത്തെ ആഴ്ച ഹാർട്ട് ബീറ്റ്. ജീവൻ എപ്പോഴേ ഉണ്ടാവും? ഒരു ജീവൻ വരുമ്പോഴാണ് പുതിയ ഒന്ന് രൂപപ്പെടുന്നത്, ജനിക്കുന്നത്. ജീവൻ വന്നാലല്ലേ അത് ജനനം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ജീവനില്ലെങ്കിൽ അതന്നെ പോയി എന്ന് പറഞ്ഞ പോലെയാണ്. നീ മാനസാന്തരപ്പെട്ട് യേശുവിൽ വന്നു, നിങ്ങൾ പാപങ്ങൾ ഏറ്റുക പറഞ്ഞു, യേശുവിൽ വന്നു. ക്രിസ്തുവിൻ്റെ ജീവൻ നിന്നിൽ ഇറങ്ങുമ്പോൾ, അങ്ങനെ സംഭവമുണ്ട്, ക്രിസ്തുവിൻ്റെ ജീവൻ ഇറങ്ങണം. ക്രിസ്തുവിലുള്ള ഒരു ജീവൻ ഞാൻ തെളിയിച്ച് കാണിച്ചാണ് വചനത്തിൽ നിന്ന്. നമ്മൾ ഇറങ്ങുമ്പോൾ നീ പുതുതായിട്ട് ജന്മമെടുക്കും. ഒരു വ്യക്തിക്ക് 2 ജന്മം ഉണ്ടെന്ന്, ഭൗതിക ശരീരം നീ ജനിക്കും. 2 ആത്മീയ ശരീരമാണ്. ജീവന്റെ നാഥനായ ക്രിസ്തുവിൽ നിന്ന് നിനക്കത് കൃപയാൽ ലഭിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ക്ഷമിക്കാൻ, എങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ, എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ മകനും മകളും എന്ന് പറയാൻ നിനക്ക് സാധിക്കത്തുള്ളൂ. യു ഹാവ് ടു ബി ബോൺ അഗെയിൻ. നീ പുതുതായിട്ട് ജനിച്ചേ മതിയാകത്തുള്ളൂ. നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നീ പുതുതായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ 1-ാം പ്രമാണം എങ്ങനെ ലംഘിക്കാമെന്ന് കണ്ടുപിടിച്ച ആളാണ് ഞാൻ ചെയ്യാത്ത 1-ാം പ്രമാണ ലംഘനം, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ, വേറെ യാതൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല എന്നിരിക്കെ ഞാൻ ചെയ്യാത്ത പരിപാടികളില്ല.
ഞാൻ ചാത്തൻ സേവക്കാരൻ്റെ മുമ്പിൽ, മന്ത്രവാദിയുടെ മുമ്പിൽ, അല്ല ജ്യോതിഷൻ്റെ മുമ്പിൽ ഇന്ന് വേണ്ട ഇങ്ങനെയൊക്കെ പോയ ആളാണ്. ഇങ്ങനെ ഞാൻ തന്നെ അന്യാരാധന ചെയ്ത് നടന്ന വ്യക്തിയാണ്. ഇങ്ങനെ നടന്ന ഞാൻ ആദ്യമായിട്ടാണ് അന്യാരാധന ചെയ്താലുള്ള പാപത്തെക്കുറിച്ച് ദൈവവചനത്തിൽ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തകരുക മാത്രമല്ല, എൻ്റെ സകല ജീവിത മേഖലകളും അനുഗ്രഹത്തെ തടയപ്പെട്ട് കിടക്കുകയായിരുന്നു. ഞാനിത് തിരുവനന്തപുരത്തുള്ള ക്ലാസ്സിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആദ്യമായിട്ടാണ് അനുഗ്രഹങ്ങൾ തടസ്സപ്പെടും, രോഗങ്ങൾ വരും, നീ ജോലിയിൽ ഇരിക്കത്തില്ല, നിന്റെ ഭവന കുടുംബജീവിതം അനുഗ്രഹപ്പെടത്തില്ല, നിന്റെ തലമുറ ബ്ലസ്ഡ് ആകത്തില്ല. എന്ന് വേണ്ട ഈ കഷ്ടതകൾ വരാനുള്ള കാരണം എൻ്റെ പിഴവാണെന്ന് മനസ്സിലാക്കി ഞാൻ കർത്താവിനോട് കരഞ്ഞ്, ഇതെങ്ങനെയെങ്കിലും എൻ്റെ തലയിൽ നിന്ന് പോകണം, ഞാൻ എന്ത് ചെയ്യണം? അനുദപിച്ചു. ഞാൻ പാപം ക്ഷമിക്കാമോ? ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം പാപം ക്ഷമിച്ചു. അന്ധകാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. അടുത്തത് പിന്നെ ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പ് എന്താ? ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് പറഞ്ഞേ. ഞാൻ ഏറ്റുപറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ചെയ്ത അനീതിയും അശുദ്ധിയും എല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് പറയാമോ? അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എൻ്റെ വേർപാടാണ്. ഈ തിന്മ ചെയ്യില്ല എന്ന് ദൈവത്തിന് മുമ്പ് ഒരു ഉടമ്പടി വേണ്ടേ? അത് ഞാൻ ചെയ്തു കാണിക്കണം, പ്രവൃത്തിയിൽ കൊണ്ടുവരണം. എന്തൊക്കെ അശുദ്ധ ജീവിതങ്ങൾ ഉണ്ടായിരുന്നോ, എനിക്കൊരു ബാഗുണ്ട്, അതിനകത്ത് എന്തെല്ലാം സാധനം, രുദ്രാക്ഷം എന്ന് വേണ്ട ഒരുപാട് ഇന്ന പോലെ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം എടുത്ത് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞു. ആദ്യം ചെയ്തതാ. എനിക്കിത് വെറുത്തുപേക്ഷിക്കുകയായിരുന്നു. എനിക്ക് എല്ലാ ദൈവവും ഒന്നായിരുന്നു. ഞാനിങ്ങനെ ഈ എല്ലാ രൂപങ്ങൾ, സ്റ്റാച്യൂസ്, മറ്റ് ദൈവത്തിൻ്റെ ഐഡൽസ് വരെ ഞാൻ വീട്ടിലുണ്ട്. അതൊക്കെ ഇങ്ങനെ ശില്പങ്ങളിങ്ങനെ ആർട്ടായിട്ട് വാങ്ങി വെച്ചിരുന്ന ഇതെല്ലാം നശിപ്പിച്ചു. അടുത്തത് തിന്മയുടെ കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ അനീതിയുടെ സ്വഭാവങ്ങൾ, തിന്മയിലേക്ക് നയിക്കുന്ന വഴികളെ ആദ്യം കൊട്ടിയടച്ചു. പ്രവൃത്തികളാണ് അടുത്തത്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നറിയോ? എനിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. സ്തോത്ര, ഹല്ലേലൂയ. ഒരു ദിവസം ഷുബർ ഒരു ധ്യാനം നടത്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ധ്യാനം. പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഭാഷാപരം. ഞാൻ ആദ്യമായിട്ട് കാണുക ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ. ഞാൻ ആദ്യമായിട്ട് കാണുക രോഗസൗഖ്യ വരം. ഞാൻ ആദ്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ പവർ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കുന്ന ശക്തി ഞാൻ ജീസസിൽ ആദ്യമായിട്ട് കാണുക. ഹെവി മിറക്കിൾസ് സംഭവിക്കുക. ഞാൻ ഭയങ്കര അത്ഭുതം. എനിക്ക് കർത്താവിൻ്റെ ഈ ശക്തിയുടെ സാന്നിധ്യം ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ ചെറുപ്പക്കാരനെ, കർത്താവേ എനിക്കിത് കിട്ടുമോ? എൻ്റെ വിചാരം ഒരുപാട് പ്രാർത്ഥന പഴക്കമുള്ള വലിയ അച്ഛന്മാർക്കോ അമ്മമാർക്കൊക്കെ ലഭിക്കുന്നതാണിത്. ചെറുപ്പക്കാർക്ക് ഇത് കിട്ടുമോ? പക്ഷെ എനിക്കൊരു വാശി. പണ്ട് മന്ത്രവാദം പഠിക്കാൻ പോയ ആളാണ് ഞാൻ. അന്ന് പിശാചിൻ്റെ പുറകെ പോയേ. ഇന്നെനിക്ക് ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവോട് ഭാഷാവരം തരാമോ എന്ന് പ്രാർത്ഥിച്ചു. 1.5 വർഷം പ്രാർത്ഥിച്ചു. ദൈവം കേട്ടില്ല. 1.5 വർഷം മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. മുട്ട് മുഴുവൻ തഴമ്പായതല്ലാതെ ഒന്നും വർക്കൗട്ടായില്ല. ഞാനത് വിട്ട്, ദൈവം തരുന്നെങ്കിൽ തരട്ടെ. അങ്ങനെ ഇരിക്കുകയാണ് ഈ അഭിഷേക ക്യാമ്പ്, വരദാന വളർച്ചാ ധ്യാനം എന്ന് പറയുന്ന ധ്യാനം വെച്ചു. ഷുബറിനൊരു വരമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിൻ്റെ എൻ്റെ കൈവെപ്പിനാൽ ജ്വലിപ്പിച്ച കൃപാവരങ്ങളെ നീ കാത്തു സൂക്ഷിക്കണം. അതേപോലെ കൈവെപ്പിനാൽ ആത്മാവിനെ പകർന്ന് കൃപാവരം പകർന്ന ഒരു അനുഭവം. ആത്മീയപിതാവിന് ഈ വരമുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഈ ക്യാമ്പിൽ ബ്രദർ പറയുകയും ഒരു സൂചന നൽകി. ഉപവാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അവസാന ദിവസം കൈവച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പകരും. ഇതിൽ പോലും സന്തോഷം വേറുണ്ട്. 1.5 വർഷം മുട്ടമേ കിട്ടാത്തത് 3 ദിവസം ഉപവാസം ഇരുന്നാൽ കിട്ടും. ഞങ്ങൾ കുറേ ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളെല്ലാം ഉപവാസത്തോടെ ഇരിക്കുക 3 ദിവസം. ഒരുത്തം പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു തട്ടിപ്പോവും, വൈകുന്നേരമെങ്കിലും വെള്ളം കുടിക്കുക. ശക്തമായ ഉപവാസ പ്രാർത്ഥന. 3-ാം ദിവസം ഞങ്ങൾ കാത്തിരുന്ന ദിവസം എത്തി. അന്ന് വൈകുന്നേരം ബ്രദർ പറഞ്ഞു, ഉപവാസത്തോടെ ഇരുന്ന ആൾക്കാരെല്ലാം മുന്നോട്ട് വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞങ്ങൾ 3-4 പേര് മാത്രമേ ഉപവാസം. നോക്കുമ്പോൾ ഒരു പട തന്നെയുണ്ട് ഉപവാസത്തോടെ.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. ബ്രദർ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ശുശ്രൂഷയിലും ഉണ്ട്, കീബോർഡ് വായിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രദർ ഇങ്ങനെ എല്ലാവരും തല കൈവച്ച് പരിശുദ്ധാത്മാവിനെ പകരുക. ശക്തിയേറിയ പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുക. തൊടുന്നവർ ആത്മാവിൽ നിറഞ്ഞിട്ട് തെറിച്ച് വീഴുന്നു, ഭാഷാപരത്തിൽ പറയുന്നു, ശരീരം വിറയ്ക്കുന്നു, വിടുതൽ സംഭവിക്കുന്നു. ഭയങ്കര അഭിഷേകം. അതൊന്ന് കാണണം ശുശ്രൂഷ. എന്തൊരനുഭവം. ചിലർ അങ്ങോട്ട് വീഴുന്നു, ഇങ്ങോട്ട് വീഴുന്നു, പിടിക്കാൻ കുറച്ച് പേര് നിൽപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയിലേക്ക് കൈവെക്കുമ്പോൾ ഇറങ്ങി വരുന്നത് ഞാൻ ശക്തിയോടെ കൊതിയോടെ എൻ്റെ ദൈവം നൽകാൻ പോകുന്ന നിമിഷത്തെ ഓർത്ത്. കാരണം ഇവിടെ 1.5 വർഷമായിരുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഒരു കൃപാവർ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടാൻ. എന്നാൽ ഒരു ചലനം ഉണ്ടാകാത്ത അനുഭവമാണ് ഇതാ പ്രാർത്ഥനയിൽ ദൈവം നൽകാൻ പോകുന്നത്. ഞാൻ ഏറ്റവും അവസാനം നിന്നേ, കാരണം എല്ലാവരുടെയും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഞാൻ ശുശ്രൂഷയിൽ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, ഏറ്റവും അവസാനം ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഓട്ടക്കണ്ടിട്ട് നോക്കി, എങ്ങോട്ട് വീണാൽ ഇവന്മാർ പിടിക്കും, എങ്ങനെ വീണു പോയാൽ ഈ തടിയുള്ളവന്മാരെ പിടിക്കാൻ ഇച്ചിരി സ്ട്രോങ് ആയ ആൾക്കാർ വേണ്ടേ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇപ്പുറത്തേക്ക് ഇവിടെ മറ്റൊന്ന് ഇപ്പം പിടിച്ചോളൂ, അപ്പുറത്തേക്ക് വേണം തലയടിച്ച് വീഴും. ഇങ്ങനെയൊക്കെ എൻ്റെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാനിങ് ആണ്. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയൊരു പക്ഷേ നമുക്കറിയില്ല വീണ് പോയാലോ എന്ത് സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പെക്റ്റേഷൻസ്, അങ്ങനെ എൻ്റെ നിര ഇങ്ങനെ കുറഞ്ഞ് ഞാൻ എൻ്റെ ഊഴമെത്തി. ഞാൻ നടന്ന് ബ്രദറിൻ്റെ മുമ്പിലെത്തി. ബ്രദർ ആത്മാവിൽ കൈവച്ച് എൻ്റെ തല വെച്ച് പ്രാർത്ഥിച്ചു. ശക്തിയേറിയ പ്രാർത്ഥന ശുശ്രൂഷരെല്ലാം ഉണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങനെ നോക്കി, ഒരു കുലുക്കോ ഇല്ല. ഞാനിങ്ങനെ നോക്കി, കൈ വെച്ചിട്ടുണ്ടോ? കൈ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു അനക്കോ ഇല്ലല്ലോ, ഇങ്ങോട്ടും വീഴുന്നില്ല അങ്ങോട്ടും വീഴുന്നില്ല, ഒരു വിറയലും ഇല്ല, ഒരു അനുഭവവും ഇല്ല. കർത്താവ് വീണ്ടും എന്നെ പറ്റിച്ച്. 1.5 വർഷം കാത്തിരുന്നിട്ടും അഭിഷേകം തന്നില്ല. 3 ദിവസം ഉപവാസം ഇരുന്നിട്ടും അഭിഷേകം തന്നില്ല. ഞാൻ മാത്രം കല്ല് പോലെ നിൽക്കുക. ബാക്കി ആ ക്യൂവിൽ നിന്നവരെല്ലാവരും വീണും പ്രാർത്ഥിച്ച് ഉരുണ്ടും മറിഞ്ഞൊക്കെ നടക്കുക. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പരിപാടി പിരിഞ്ഞു പോയി. എല്ലാവരും ഹാപ്പി, ഞാൻ ഒഴികെ. എനിക്ക് ഇതിൽ പരൊരു ദുഃഖമില്ല. ഞാൻ കർത്താവിനോട് കലഹിച്ചു എന്ന് പറഞ്ഞ ഒരു ആത്മീയ വിഷമം. ഞാൻ ചെന്ന് ചോദിച്ചു, എന്താ എന്നെ തൊടാത്തെ? ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ എല്ലാ ഹാളൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും പോയി, ബ്രദറും ഒക്കെ പോയി. ഞാനിങ്ങനെ അവിടെ ഒരു ആടിൻ്റെ തൊഴുത്തുണ്ട്, അവിടെ പോയി ആട്ടും കൂടുണ്ട് ആ ധ്യാനകേന്ദ്രൻ്റെ അടുത്ത്. ഞാൻ അവിടെ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കും. ആരൊക്കെയെന്ന് പറഞ്ഞു, ബ്രദറെ എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. അത് എപ്പോഴാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറയാൻ പറ്റത്തില്ല. നമ്മൾ പ്രതീക്ഷ പോലെ ഹാളിൻ്റെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വന്ന് തകർക്കുന്ന ഒന്നായിരിക്കത്തില്ല ചിലപ്പോൾ ഒരാളെ തൊടുന്നത്. പല രീതിയിലും പൗലോസിനെ മരുഭൂമി യാത്രക്കിടയെ വെച്ചാൽ തൊട്ട, ദമാസ്കസിലേക്കുള്ള വഴി വെച്ച്, പത്രോസിനെ തൊട്ട ഹാളി വെച്ചാൽ പലരും തൊടുന്നത് ഡിഫറൻ്റാണ്. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പം നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല ഇന്ന സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ചൊരു ഷോയിൽ ഒരു ഇതിലൊക്കെ കിട്ടണം. അങ്ങനല്ല ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹിതത്തിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണമെന്ന്. പക്ഷേ എനിക്ക് അന്നേരത്തെ വിഷമത്തിനും ആ മനപ്രയാസത്തെ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നെങ്കിലും എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തുകൊണ്ട് തൊട്ടില്ല, എന്തുകൊണ്ട്? സ്തോത്ര ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഞങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കാം. നമ്മുടെ ഡിനോബറും കൂടെയുണ്ട്. ഞങ്ങൾ രാത്രി ഒരു കലിങ്കുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളുണ്ടിങ്ങനെ പ്രാർത്ഥിക്കുമ്പം ആത്മപ്രേരണയാൽ 2-3 സഹോദരന്മാരും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അവരൊന്ന് പറഞ്ഞു, എടാ നിൻ്റെ വേർപാട് പൂർണ്ണമാണോ എന്നോടൊരു ചോദ്യം. അത് എന്നെ ചിന്തിപ്പിച്ചു. ശരിയാണല്ലോ, അശുദ്ധമായ ഒരു ആലയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ അഭിഷേകമായി ഇറങ്ങി വരും? നീ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ നീ സ്യൂട്ടബിളാണോ? നീ യോഗ്യനാണോ? നിൻ്റെ ആലയം ശുദ്ധമാണോ? ഇതാണ് എന്നോട് ചോദിച്ചത്. അവൻ വെറുതെ ചോദിച്ചതാ. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഞാൻ എന്നെ തന്നെ പരിശോധിച്ച് നോക്കി, എന്തൊക്കെയോ മാറ്റാനുണ്ട്. ഒരുപാട് പരിശോധിച്ച് നോക്കുമ്പോൾ കുറവുകൾ മാത്രമേ ഉള്ളല്ലോ കർത്താവേ. എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ എൻ്റെ ആലയം വിശുദ്ധമല്ല. നീ ഇപ്പോഴും വിദ്വേഷത്തിലാണോ? ഇപ്പോഴും തിന്മയുടെ ശക്തി നിന്നെ ഭരിക്കുന്നുണ്ടോ? എല്ലാവരും ഇന്നാളൊരു സഹോദരൻ പറയും, ബ്രദറെ നല്ല പ്രാർത്ഥനക്കാരനാ, ബ്രദറെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം എനിക്കിപ്പോഴും മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നീ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോളം എത്തിയിട്ടില്ല. യേശു എങ്ങനെയായിരുന്നു? സൗമ്യനായിരുന്നു, അല്ലേ? ശാന്തശീലനായിരുന്നു. നീ ക്രിസ്തുവിനോളം എത്തിയിട്ടില്ല. നിന്റെ മാനസാന്തരം പൂർണ്ണമല്ല.
നാളെ സഹോദരൻ പറയുകയാണ്, എനിക്കെൻ്റെ നാവ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകും. ഒരുവനെ ദ്രോഹിക്കാൻ ഒരു നാവ് ഉപയോഗിക്കണമെങ്കിൽ നിന്റെ ക്രിസ്തുവിന്റെ സ്വഭാവം നിന്നിൽ ഇല്ലെന്നേ. പിന്നെ എങ്ങനെ ദൈവരാജ്യത്തിലേക്ക് നീ പുതുതായിട്ട് ജനിക്കും? ആദ്യം വേണ്ടത് മാനസാന്തര. നീ ദൈവരാജ്യത്തിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിക്കുവാണെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. കർത്താവ് പറയുകയാണ്, നിക്കോദോസിനോട് പറയാം, നീ പുതുതായിട്ട് ജനിക്കാതെ ദൈവരാജ്യം അവകാശമാക്കാൻ സാധിക്കത്തില്ല, ഇമ്പോസിബിൾ. നീ പുതുതായിട്ട് മാറിയാൽ മതിയാത്തുള്ളൂ. നിന്റെ ഹൃദയത്തെ ഇനിയും ഉടച്ചു വാർക്കാനുണ്ട്. തിന്മയും അശുദ്ധിയും അന്ധകാരം നിറഞ്ഞ് വിദ്വേഷങ്ങൾ നിറഞ്ഞ് നിങ്ങൾ നിന്നിട്ട് യേശുവേ സ്തോത്രം, ദൈവം സ്വീകരിക്കുന്നത് ഞാൻ നിങ്ങളെ അറിയത്തില്ല. ക്രിസ്തുവിന് യോഗ്യമായ ജീവിതം. ഞാൻ ആ കലിങ്കിൽ ഇരുന്ന് കരഞ്ഞപ്പോഴോർത്ത്, ദൈവമേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ, ഡിനോബറും കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത്, എടാ നീ ഇന്ന കാര്യങ്ങൾ ഏറ്റു പറഞ്ഞു, ഇന്ന പല കാര്യങ്ങളും പുള്ളിക്കറിയാം. അന്നേരം ഞാൻ ഓർത്ത്, അയ്യോ ഞാൻ പൂർണ്ണനല്ല, ഞാൻ യോഗ്യനല്ല, ഞാൻ വേർപാട് സ്വീകരിക്കേണ്ടതുണ്ട്, ഇനിയും ഞാൻ അർത്ഥം മാറ്റേണ്ടത്. നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ ഇരു കണ്ണോളോടും കൂടി നരകത്തിൽ പ്രവേശിക്കാൻ നല്ലത് പാപഹേതുവായ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയണം. വേർപാട് നിനക്ക് വേണം. നിന്റെ കരം നിന്റെ പാപത്തിന്റെ ഹേതുവാണെങ്കിൽ ഇരു കൈയോടും കൂടി നരകത്തിൽ പ്രവേശിക്കാൻ നല്ലത് പാപഹേതു അത് മുറിച്ചു മാറ്റിക്കള. അങ്ങനെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. നിന്റെ കാല് ദൈവം മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയാണ്. മുറിച്ചു മാറ്റൽ വേദനാജനകമാണ്. കൈ മുറിക്കൽ, കണ്ണ് ചൂഴ്ന്നെടുക്കൽ, കാല് മുറിക്കൽ ഇസ് പെയിൻഫുൾ. പാപത്തെ മുറിച്ചു മാറ്റുക പെയിൻഫുൾ ആണ്. പക്ഷേ അത് നരകത്തിൽ കിടന്ന് നീ ചൂടിൽ തീയിൽ കിടന്നേക്കാൾ എത്ര ഭേദമാണ്. ചില രഹസ്യ പാപങ്ങൾ ചിലരെ കളയാൻ വലിയ പാടാ. ചില തിന്മയുടെ റിലേഷൻസ്, ചില തിന്മയുടെ സ്വഭാവം, ചില ശരീരത്തെ നശിപ്പിക്കുന്ന പാപങ്ങൾ, തിന്മയെ ഭരിക്കുന്ന, തിന്മയാൽ നയിക്കപ്പെടുന്ന സ്വഭാവം, നിന്റെ നാവ് അശുദ്ധമാണെങ്കിൽ സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന, നീ ഇപ്പോൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറിയിട്ടില്ല. ഞങ്ങളിന്ന് രാവിലെ വരുമ്പോൾ സംസാരിക്കുകയായിരുന്നു. ചില കൂട്ടായ്മയിൽ, സഹോദരിമാരുള്ള ചില കൂട്ടായ്മയിലൊക്കെ ഒരു വചനം ചോദിച്ച് ഒരു മെസ്സേജ് ഇട്ടാൽ തുരുതുര മെസ്സേജ് റിപ്ലൈസാ. 25 പേരെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ 25 പേരും ഇന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള വചനം ഇടും. നമ്മൾ ഞെട്ടിപ്പോവും. യൂത്തിൻ്റെ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ യുവന്മാരൊക്കെ പണിക്ക് എന്തെങ്കിലും പരിപാടി ആയിരിക്കും. കണ്ടവനിട്ടു, കണ്ടായിട്ടില്ല. പക്ഷേ കമ്പയർ ടു മറ്റദർ ഗ്രൂപ്പ്, സഹോദരന്മാരുടെ ഗ്രൂപ്പിൽ തുരുതുര വചനം ഇങ്ങനെ വരും. ഇപ്പം ഞങ്ങൾ വിചാരിക്കും, ദൈവമേ എന്തെല്ലാം വചനങ്ങളാണ് ഇടുന്നത്. ഇത്രയും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പോലും വചന ഭാഗങ്ങൾ ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സഹോദരിമാർ വചനമൊക്കെ ഇട്ട് തരാറുണ്ട്. ഇട്ട് തന്ന ആൾക്കാരൊന്നും ദൈവാനുഭവത്തിൽ നിൽക്കുന്നവരാണെന്ന് ചോദിച്ചാൽ വചനമൊക്കെ ഇട്ട് തരും. കാര്യങ്ങൾക്കെല്ലാം ഹല്ലേലൂയൊക്കെ ഉണ്ട്. കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കും, ആരാധിക്കാൻ പറഞ്ഞാൽ ആരാധിക്കും. ഹൃദയമുണ്ടോയെന്ന് ചോദിച്ചാൽ, ഫലമുണ്ടോയെന്ന് ചോദിച്ചാൽ, നീ ക്രിസ്തുവിൻ്റെ എത്ര ഈ ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ അണിയുക. ഒരു സഹോദരിയുണ്ട് എനിക്കറിയാവുന്ന, ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. ഭയങ്കര പ്രാർത്ഥനക്കാരി, എന്ത് പ്രാർത്ഥന ആവശ്യം എല്ലാത്തിനും ആക്റ്റീവാണ്. ആ നാട്ടിലെല്ലാവരും പറയും, ചേച്ചിയുടെ പ്രാർത്ഥന ഭയങ്കര. ഈ ചേച്ചി മക്കളും പ്രേയറിനുണ്ട്, ഹസ്ബൻഡ് പ്രേയറിന് അങ്ങനെ വരാറില്ല, വല്ലപ്പോഴും വരും. ഒരു ദിവസം ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട്, വേറെ ഞാൻ ഇന്ന ആളുടെ ഹസ്ബൻഡാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, സഹോദരി ഇന്ന ആള് എൻ്റെ വൈഫാണ്, നിങ്ങൾക്കെല്ലാം അവൾ വലിയ ഇഷ്ടമായിരിക്കും, പ്രാർത്ഥന കേട്ട അവൾ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞുണ്ട്, ബ്രദർ ഒന്ന് വിളിച്ച് വീട്ടിൽ അറിയിക്കാതെ ഒന്ന് വീട്ടിലേക്കൊന്ന് വരണം. എൻ്റെ അമ്മയായിട്ട് അവൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞത് കുറ്റാവും, ബ്രദർ ഒന്ന് വന്ന് നോക്ക്. അപ്പോൾ എനിക്ക് ഈ ഒന്നാമത് കെട്ടിയവൻ ഇച്ചിരി കള്ളുകൂടിയനായതുകൊണ്ട് കള്ളുകൂടിയൻ വേറെ വാക്ക് അങ്ങനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ആത്മീയ മക്കളുമായിട്ട് ഇവരെങ്ങനെങ്കിലും പോരാടും. പിശാച് അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. നമ്മൾ ഒരിക്കലും ഒരാളുടെ വാക്ക് കേട്ട് ആ സൈഡിലേക്ക് ഹൃദയം പോകരുത്. രണ്ടുപേരെയും, ബ്രദർ എപ്പോഴും പറയും, രണ്ടുപേരെയും കേൾക്കുക, പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. സ്തോത്ര, ഹല്ലേലൂയ. അപ്പം ഞാൻ പല പ്രാവശ്യവും ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ കാണുന്ന ആളല്ല, അവൾ പുറത്ത് പ്രാർത്ഥനക്കാരിയാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായം,
പക്ഷെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയായിട്ട് അവൾ സംസാരിക്കുന്ന മാത്രം ഒന്ന് ബ്രദർ കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല, പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇതെൻ്റെ ഉള്ളിലിരിക്കുക. ഒരിക്കൽ ഒരു ദിവസം ഇങ്ങനെ നമ്മളിന്ന് ദൈവം ഓരോരുത്തരെ പറ്റി സംസാരിച്ച പോലെ ദൈവം ഈ സഹോദരിയെ ദൈവം പൊക്കി, അടയാളങ്ങളോടെ പൊക്കി. പറഞ്ഞ അടയാളങ്ങളെല്ലാം ആ ലേഡിയുടെ, ആ സ്ത്രീ, ആ ലേഡി സഹോദരി എഴുന്നേറ്റ് നിന്നു. കർത്താവ് ഇങ്ങനെ അവളോട് സംസാരിച്ച മുഴുവൻ ക്രോധത്തോടെ സംസാരിക്കുന്നു. നിന്റെ നാവിനെ നീ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഞാൻ അന്നാരാണ് ദൈവത്തിൻ്റെ സംസാരത്തോട് കേട്ടപ്പോൾ ഈ ഹസ്ബൻഡ് എന്ത് പറഞ്ഞു, അതേ ഹസ്ബൻഡ് പറഞ്ഞതല്ല, ദൈവം പറഞ്ഞത് ഇവളുടെ കുറവുകൾ. നീ ആത്മീയ തലം നിനക്ക് പുറത്ത് എക്സ്പോസിങ് ഫെയ്ത്ത് നിനക്കുണ്ട്. എല്ലാവരും കാണുമ്പോൾ പ്രാർത്ഥന, നിന്റെ ആരാധന, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ നോക്കുമ്പോൾ നിന്റെ ഫലം, നിന്റെ വീട്ടുകാരാദ്യം നിന്റെ ഫലത്തെ ചെക്ക് ചെയ്യുന്നത്. നീ പ്രാർത്ഥനയ്ക്കിറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ വൈഫ് നോക്കും, ഒരു പ്രാർത്ഥനക്കാരാ നിന്റെ ഹാബിറ്റ് എങ്ങനെയാണ്. നീ പണ്ട് മുൻകോപിയായിരുന്നു, കറിപ്പാത്രം കറിക്ക് ടേസ്റ്റിലെ പാത്രം എടുത്ത് എറിയുന്ന സ്വഭാവമായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടെങ്കിൽ പറയാം, ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്. പണ്ട് അമ്മായിയമ്മയെ കുറ്റം പറയുന്ന, നാത്തൂനെ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും അതേ സ്വഭാവത്തോടെ ആണെങ്കിൽ വീട്ടുകാർക്കറിയാം ഈ ഫലം നല്ല ഫലമാണോ മോശം വൃക്ഷമാണോ. ഇപ്പോഴും നല്ല ഫലം കഴിച്ചില്ലെങ്കിൽ അതിനെ തീയിലിട്ട് ചുട്ടുകരിക്കും. മാനസാന്തരപ്പെടുവിൻ അനലസന്തതികളെ. വൃക്ഷത്തിന് ചോട്ടിൽ കോടാലി വെച്ച് കഴിഞ്ഞ് നിന്നെയൊക്കെ വെട്ടി തീയിലെറിയാൻ. അപ്പോൾ എക്സ്പോസിങ് ഫെയ്ത്ത് അല്ല വേണ്ടത്. ഹൃദയം നുറുങ്ങണം. ഇന്ന് നന്നാകണം, ഇപ്പോൾ നന്നാകണം, ഇപ്പോൾ നീ ഏറ്റു പറയണം. ഹൃദയം നുറുങ്ങി, കർത്താവേ ബോൺ അഗൈൻ ആകാൻ എന്നെ തടയുന്ന പാപം എന്ത് വെളിപ്പെടുത്തണമേ. ബോൺ അഗൈൻ ആകാൻ, ബോൺ അഗൈൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ ജനിക്കണം. യേശുവിന്റെ ശക്തി നിന്നിൽ വന്നാൽ, യേശുവിന്റെ സാന്നിധ്യം നിന്നിൽ വന്നാൽ നീ ജീവിക്കുന്ന ദൈവരാജ്യത്തില. അവിടെ പരിശുദ്ധാത്മാവിന്റെ നീതിയുണ്ട്, ജസ്റ്റിസ്. പരിശുദ്ധാത്മാവിന്റെ മാനസാന്തരമുണ്ട്. ആത്മാവിലുള്ള നീതിയും സമാധാനവും ദൈവത്തിന്റെ രാജ്യത്തിലുണ്ട്. ഭക്ഷണവും പാനീയമല്ലാതെ ഭൗതികത മാത്രമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് ദൈവരാജ്യം. നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, നിന്നിൽ ക്രിസ്തു നൽകുന്ന സമാധാനം, ദൈവരാജ്യത്തിന്റെ നീതി നിന്നെ പ്രവർത്തിക്കണം. ഇതാണ് നീ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള അടയാളം. നീതി, ആ പരിശുദ്ധാത്മാവിന്റെ സമാധാനം, സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആനന്ദം നിന്നിലുണ്ടാകും. യേശുവിനെ സ്തുതിക്കുക, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്വർഗരാജ്യം വീണ്ടും ജനത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാവോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. സത്യം സത്യമായി യേശു പറഞ്ഞത് വളരെ നോട്ട് ചെയ്യണം. അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ദൈവം പറയുന്നത്. സത്യസത്യമായി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് ദൈവം പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് പറയുന്ന ഒരു വിഷയത്തെയാണ് അങ്ങനെ കർത്താവ് സൂചിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? സത്യസത്യമായിട്ട് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, വീണ്ടും നീ ജനിച്ചില്ലെങ്കിൽ, ശ്രദ്ധിക്കണമേ, എന്നോടും സഹോദരങ്ങളായ നമ്മളോടുമാണ് പറയുന്നത്. വീണ്ടും ജനിച്ചില്ലെങ്കിൽ ബിബിനെ, ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ദൈവരാജ്യം നിനക്ക് കാണാൻ സാധിക്കത്തേയില്ല. It's impossible to see the kingdom of God. നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സത്യസത്യമായിട്ട് യേശു പറയാം, ഞാനാ പറയുന്നേ, സത്യമായോനാ പറയുന്നേ. ബോൺ അഗൈൻ ആയില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന, എക്സ്പോഷർ, ഫെയ്ത്ത് ഒക്കെ അവിടെ മാറ്റിവെച്ചോ. നിന്റെ ഹൃദയം നുറുങ്ങി. നീ ബോൺ അഗൈൻ ആയില്ലെങ്കിൽ ഇന്ന് ഈ വചനം നമ്മളെ വിധിക്കുകയാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നിനക്ക് സാധ്യമല്ല. സ്തോത്ര, ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാമോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ദൈവമാണ് പറയുന്നത്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവരാജ്യം കാണുവാൻ സാധിക്കത്തില്ല വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ. വീണ്ടും ജനനം ആവശ്യമാണ്. നിക്കോദിമോസേ, നീ വല്ല ഗുരുവല്ല, നീ വീണ്ടും ജനിക്കണം. നിസ്സാര കാര്യമല്ല വീണ്ടും ജനനം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കൃപ ഇറങ്ങാൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കലിങ്കിലിരുന്ന് കരഞ്ഞ കഥ. ഞാൻ പൂർണ്ണനാണെന്നല്ല പറയുന്നത്, ഇപ്പോഴും പാപിയും ബലഹീനം തന്നെയാണ്. പക്ഷേ ഒരു അനുഭവം പറയുക, മാനസാന്തരപ്പെട്ടിട്ടും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നില്ല. കർത്താവിനോട് യാചിച്ചു, 1.5 വർഷം പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, ആത്മീയ അഭിഷേകം കാണുവാൻ സാധിക്കുന്നില്ല.
ദൈവം ഒരു സഹോദരനോട് പറഞ്ഞു, നിനക്ക് ഇപ്പോഴും വേർപെടേണ്ടത് നിനക്ക് ആവശ്യമാണ്, നീ വേർപാടെടുക്കണം. സ്തോത്ര, ഹല്ലേലൂയ. വേർപാടുകൾ, പാപ സ്വഭാവങ്ങളെ നമ്മൾ പറഞ്ഞു പാപഹേതുവെങ്കിൽ അറുത്ത് മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, തിന്മ നിന്നിലേക്ക് വരുന്ന വഴികളെ നീ കൊട്ടിയടയ്ക്കണം. ലോകം നിന്നിലേക്ക് കയറുന്ന ജാലകങ്ങളെ നീ കൊട്ടിയടയ്ക്കണം. നിന്നിൽ പാപം കയറുന്ന സാഹചര്യങ്ങളെ നീ അടയ്ക്കണം. ഇത് തുറന്നിട്ടുകൊണ്ടാണ് തിന്മ നിന്നെ ഭരിക്കുന്നത്, സാത്താൻ നിന്നെ ക്ലെയിം ചെയ്യുന്നത്. പാപം കയറാൻ, ആത്മീയ ജ്വലനത്തെ കെടുത്തുന്ന തിന്മയുടെ സാന്നിധ്യം, ലോകത്തിന്റെ ഇമ്പം നിന്നെ കയറി ഭരിക്കാതിരിക്കാൻ നീ ആദ്യം ലോകത്തിന്റെ വാതിൽ കൊട്ടിയടയ്ക്കണം. സ്തോത്ര, ഹല്ലേലൂയ. നിന്നുള്ള അശുദ്ധികളെ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥന, കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ദൈവത്തിന്റെ ആലയമാക്കി എന്നെ മാറ്റണമേ. ഹെബ്രായർ 12-ാം അധ്യായം 14-15 വായിക്കാമോ? The book of Hebrews chapter 14, chapter 12 verse 14 and 15. 12-14-15. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. ഒന്നുകൂടെ വായിച്ചേ. എല്ലാവരോടും സമാധാനത്തിൽ, എല്ലാവരുടെ സമാധാനത്തിൽ, കലഹിക്കാനല്ല പറഞ്ഞേ. നിനക്ക് വഴിത്തർക്കം, സ്വത്ത് തർക്കം, പണം പറ്റിച്ചോട് പോയവരോട് തർക്കം, സ്വന്തക്കാരോട് തർക്കം, അയൽക്കാരോട് തർക്കം, പ്രാർത്ഥന കൂട്ടായ്മയിൽ കൂടെയുള്ളവരോട് തർക്കം, പ്രാർത്ഥന കൂട്ടായ്മയിൽ തോളോട് തോള് ചേർന്ന് ആരാധിക്കലോട് തർക്കമാണ്. സമാധാനത്തിൽ വർത്തിക്കുവാനാ പറഞ്ഞേ, കലഹത്തിൽ വർത്തിക്കാനല്ല. അടുത്തത്, ആദ്യം നിന്റെ കലഹ സ്വഭാവം ഒന്ന് മാറ്റിക്കേ. 2, സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി സമാധാനത്തിൽ നീ ആദ്യം വർത്തിക്കണം. നിന്റെ ഭവനത്തിൽ നാക്ക് സമാധാനം കെടുത്തതാണെങ്കിൽ നീ ആദ്യം അടങ്ങണം. നിന്റെ പ്രവൃത്തി സമാധാനം കെടുത്തതാണെങ്കിൽ നീ ആദ്യം മാനസാന്തരപ്പെടണം. ഫലം നോക്കിയ വൃക്ഷത്തെ അറിയുന്ന, വൃക്ഷം നല്ല ഫലം കാണിച്ചില്ലെങ്കിൽ നീ ക്രിസ്തുവിനുള്ളവനല്ല. നിസ്സാര കാര്യമല്ല, നിന്റെ ഫലത്തെ നീ ക്രമപ്പെടുത്തണം. നീ സമാധാനത്തിൽ വർത്തിക്കണം. അടുത്തത്, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. നീ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധിക്ക് പരിധിയില്ല. വിശുദ്ധി, അനുദിനം വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാപബോധം, ചിലവർ ഞാൻ വിശുദ്ധന, എല്ലാവരുടെയും ചിന്ത അങ്ങനെ, ഞാൻ വിശുദ്ധന. അങ്ങനല്ല. ദൈവം നിനക്ക് കാണിച്ചതും വചനത്തെ ഈ മത്തായി 5, 6, 7 അധ്യായം വായിച്ചു നോക്കിയേ, ചുമ്മാ വീട്ടിൽ ഇരുന്നിട്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നീ അനുവർത്തിക്കുന്നതാണെങ്കിൽ ഓക്കെ, നീ വിശുദ്ധനാണെന്ന് വിളിക്കാം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഗിരിപ്രഭാഷണം. ദൈവം പറയുന്ന വചനം നീ അനുസരിക്കുന്നവനാണെങ്കിൽ ഓക്കെ, നീ ദൈവം പറയുന്ന രീതിയിലുള്ളവനാ. ഇല്ല, കുറവുകൾ നിനക്കുണ്ടെന്ന് നിന്റെ മനസ്സാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ നീ മാറിയേ മതിയാകത്തുള്ളൂ. ഒന്നുകൂടെ വായിക്കാം വചനം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച്, ഹല്ലേലൂയ, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ആർക്കും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ പലർക്കും കൈവർത്താൻ സാധിക്കാത്തത്, ബോൺ അഗൈൻ അനുഭവം വരണമെങ്കിൽ നീ ആദ്യം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ശുദ്ധീകരിച്ച്, ദൈവമേ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് നീ എന്നിൽ ഇറങ്ങി നിന്റെ ആലയമാക്കി എന്റെ ശരീരത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? നിന്നെ തന്നെ കീറി മുറിക്കണം. നിന്റെ ഹൃദയം, വസ്ത്രമല്ല, ഹൃദയം മുറുകണം. കുറവുകളെ ഏറ്റുപറഞ്ഞ് മാറണം. കാരണം നിന്നെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ശിക്ഷാവിധി ഇറങ്ങി വരും. തുടർന്ന് വായിച്ചേ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമേ. ഇനിയുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന്, അണ്ടർലൈൻ ചെയ്ത, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. നിന്റെ ഉള്ളിൽ വിദ്വേഷമുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ അശുദ്ധി ഉണ്ടെങ്കിൽ കൃപയുടെ വേര് നഷ്ടപ്പെടും. കൃപയാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. കൃപയാണ് നിന്നെ ബോണഗേനാക്കുന്നത്. കൃപയാണ് നിന്നെ പുതുതാക്കുന്നത്. ഇത് മനുഷ്യൻ ചെയ്യേണ്ടതല്ല, അത് കൃപയാണ് ഒരുത്തനെ പരിവർത്തനം ചെയ്ത് പുതുതാക്കി മാറ്റേണ്ടത്. ഒരു കൃപയാണ് ഒരുവന്റെ മേൽ ഇറങ്ങി വരേണ്ടത്. അവൻ തന്നെ പറയുമ്പോൾ ഇറങ്ങി വരട്ടെ എന്ന് പറയുമ്പോൾ വരുന്നതല്ല. ഇത് സ്വർഗത്തിന്റെ കൃപ നില തൊടണമെങ്കിൽ കൃപ തൊടാൻ നീ യോഗ്യനാകണം. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധിക്കുന്നു. കൃപയാല ഇത് സംഭവിക്കേണ്ടത്.
കൃപയാല ബോണഗെയിൻ ആകേണ്ടത്. എന്നാൽ കൃപ തൊടണമെങ്കിൽ, കൃപ തൊടാൻ യോഗ്യത വേണമെങ്കിൽ നീ ആദ്യം നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. നിന്നെ തന്നെ, ഇവിടെ പറഞ്ഞു, വിദ്വേഷത്തിന്റെ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ, വിദ്വേഷത്തിന്റെ വേര് വളരാതിരിക്കാൻ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും കൈ ഉയർത്താൻ സാധിക്കാഞ്ഞ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കണം. നീ ബോൺ അഗെയിൻ ആണോ? നിന്റെ അശുദ്ധികളെ തിരിച്ചറിഞ്ഞ്, പാപങ്ങളെ കർത്താവിൽ ഏറ്റുപറഞ്ഞ്, ദൈവമേ നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. കൃപ നിന്നിൽ ഇറങ്ങി വന്നാൽ നീ പഴയതല്ല. 2 കൊരിന്ത്യർ 5:17, 2 കൊരിന്ത്യർ 5:17, 5:17. ക്രിസ്തുവിലായിരിക്കുന്നവർ, ക്രിസ്തുവിലായാൽ, ശ്രദ്ധിക്കണമേ, ക്രിസ്തുവിലാകുക. ക്രിസ്തുവിലാകുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ നിസ്സാരം കൊണ്ട് പറഞ്ഞു പോകാന്നൊന്നല്ല. അരുൺ ക്രിസ്തുവിലായി. എങ്ങനെ ക്രിസ്തുവിലായെന്ന് അവകാശപ്പെടാൻ സാധിക്കും? പഴയ സ്വഭാവങ്ങളെല്ലാം മാറി വേർപാട് വന്നു. ഇവിടെ ക്രിസ്തുവിന്റെ സ്വഭാവം വരുമ്പോഴല്ലേ ക്രിസ്തുവിലാകുന്നത്. പഴയ ആള് പോണം, പഴയത് പോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്താണ്? പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാകാത്തവർ എവിടെയാണ്? ക്രിസ്തുവിലല്ല. നീ ക്രിസ്തുവിലാണോ അല്ലയോ എന്നൊന്ന് പരിശോധിച്ച് നോക്കി. അവിടെയാണ് ഇന്നത്തെ ധ്യാനം കൂടുന്നതിന്റെ വിജയം. ദൈവം എന്ന് പറയുന്നത് നീ ക്രിസ്തുവിലാണോ? ദൈവം എന്ന് പറയുന്നത് നീ പുതിയ സൃഷ്ടിയായോ? ക്രിസ്തുവിലായില്ലെങ്കിൽ നീ പുതിയ സൃഷ്ടിയല്ല. പുതിയ സൃഷ്ടിയാണെങ്കിൽ സത്യസത്യമായി യേശു പറയുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നിനക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇത്ര നാളും ജീവിച്ചു, ദൈവരാജ്യത്തെ സീറ്റുമില്ല, പോയി. ലോകം മുഴുവൻ നേടി, ആത്മാവിന്റെ നേടിൽ എന്ത് പ്രയോജനം? ദൈവം കുറ്റപ്പെടുത്തുകയാ. പുതിയ സൃഷ്ടിയാകണം. പുതിയ സൃഷ്ടിയെ, നീ ക്രിസ്തുവിനെ ധരിച്ചവനാണ് പുതിയ സൃഷ്ടി. ക്രിസ്തുവിന്റെ ജീവൻ നിന്നിലേക്ക് ഇറങ്ങി വരും. ക്രിസ്തുവിന്റെ ജീവനിലേക്ക് ഒരു ഭ്രൂണത്തിന്റെ മേൽ ജീവൻ ഇറങ്ങും പോലെ നിന്റെ മേൽ യേശുവിന്റെ ജീവൻ ഇറങ്ങി വരുമ്പോൾ നീ പുതുതായി മാറും. മഗ്ദലന മറിയമേ, നിന്നെ ദൈവം തൊട്ടപ്പോൾ ഒരു പുതുജീവൻ ഇറങ്ങിയപ്പോൾ പാപത്തിലുണ്ടായിരുന്ന മഗ്ദലന മറിച്ചു, ഒരു പുതിയ മഗ്ദലന ഉയർത്തെഴുന്നേറ്റു. അവൾ സുവിശേഷകയായ മഗ്ദലനയാണ്. പത്രോസേ, നീ എവിടെ കിടന്നു? നീ വിളിച്ചു വീണ്ടെടുത്തു. ദൈവത്തിന്റെ ജീവൻ വന്നപ്പോൾ അപ്പോസ്തലനായ പത്രോസായി മാറി. പാപിനിയായ സ്ത്രീയെ ദൈവം ശുദ്ധീകരിച്ചു. ചുങ്കക്കാരൻ മത്തായെ ശുദ്ധീകരിച്ചു. ദൈവം പാവിയെ ശുദ്ധീകരിച്ച് വീണ്ടെടുത്തവനാണ്. ദൈവിക ജീവൻ ഇറങ്ങുമ്പോഴാണ് അവൻ ബലം പ്രാപിക്കുന്നത്. അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നത്. ജീവൻ ഇറങ്ങുമ്പോൾ ജീവദാതാവായ ദൈവം, അവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ നിന്നിലേക്ക് ഇറങ്ങുമ്പോഴാണ് നീ പുതിയ സൃഷ്ടിയായി മാറുന്നത്. ആത്മീയമായി നീ വീണ്ടും ജനിക്കപ്പെടുന്നത്. എത്ര പേർക്ക് അവകാശപ്പെടാൻ സാധിക്കും? ക്രിസ്തുവിൽ പുനർജീവിക്കട്ടെ, ക്രിസ്തുവിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ. Rise up in the name of Jesus Christ. യേശുവിൽ നീ ജീവിക്ക്. നിന്റെ പഴയ ജീവിതം, പഴയ രീതി, പഴയ സ്വഭാവം മാറ്റ്. ഇപ്പോൾ മാറ്റ്. യേശുവിന്റെ രാജ്യത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. നീ ഇന്ന് ഉയർത്തെഴുന്നേക്ക്. പഴയ ജീവിതത്തെ മാറ്റി ഒരു പുതിയ വ്യക്തി ഇന്ന് നിന്നിൽ ഉണർത്തെഴുന്നേക്കട്ടെ. പാപജീവിതങ്ങൾ മാറ്റി വീണ്ടും നീ ജനിച്ചിരിക്കുന്ന നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ദൈവത്തിന്റെ ബീജത്തിൽ നിന്നാണ് നിന്നെ വീണ്ടും വിളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് നമ്മളെ മാറ്റുന്നത്. വീണ്ടും ജനിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ആ വചനം കൂടെ വായിച്ചുകൊണ്ട് നിർത്താം. സ്തോത്ര, ഹല്ലേലൂയ. 1 പത്രോസ് 1:23. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരുവൻ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ ജനിക്കുന്നത് നിങ്ങളുടെ ഭൗതികമായിട്ട് നിങ്ങൾ ജനിച്ച രീതിയിലല്ല. പിന്നെ എങ്ങനെയാണ് ജനിക്കുന്നത്? അനശ്വരമായ ദൈവിക സാന്നിധ്യത്തിലാണ്. പിന്നെ തുറന്നു വയ്ക്കുമ്പോ സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ. എന്തോ സജീവമായ ദൈവവചനത്തിൽ നിന്നാണ് നീ വീണ്ടും ജനിക്കേണ്ടത്. ഇന്നലെ വീണ്ടും ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നീ ദൈവവചനത്തിൽ ജനിക്കണം. ദൈവവചനത്തെ അനുസരിക്കുന്നവനാണെങ്കിൽ ഇതാ സ്വർഗരാജ്യത്തിന്റെ അനുഗ്രഹം നിന്റെ മേലുണ്ട്.
ദൈവവചനത്തെ അനുസരിക്കുന്നവനാണെങ്കിൽ ദൈവരായത്തിന്റെ കൾച്ചർ നീ പാലിക്കുന്നവനാണ്. ദൈവരായത്തിന്റെ വചനത്തെ അനുസരിക്കുന്നതാണെങ്കിൽ ഈ വചനം നിന്നെ കഴുകി ശുദ്ധീകരിക്കും. ഈ വചനം പാലിക്കുന്നവനാണ് ഞാനെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ ധരിച്ചു, വചനത്തെ സ്വീകരിച്ചു. നമ്മുടെ പ്രശ്നം ഇതെല്ലാം നമുക്കറിയാം, പക്ഷെ ഇതിലൊന്നുപോലും നമ്മൾ പാലിക്കത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല. നിന്റെ സഹോദരോട് രമ്യതപ്പെട്ടിട്ട് മതി നിന്റെ ബലിയും നേർച്ചയും. നമുക്കിതറിയാം, പക്ഷെ നമ്മൾ വിദ്വേഷവും വെറുപ്പും വെച്ചോണ്ട് തന്നെ പോയി കുർബാന സ്വീകരിക്കും. വിദ്വേഷം വെച്ചോണ്ട് പോയി ഹാളിൽ നിന്ന് പ്രാർത്ഥിക്കും. ഇതാരും നമ്മൾ അനുസരിക്കത്തില്ല. ദൈവം പറയാണ്, അവിടെ ഒന്നും ദൈവത്തിന്റെ വിടുതലില്ല, ഇറങ്ങത്തില്ല. സത്യസത്യമായി പറ, നീ മാനസാന്തരപ്പെടണം, born again ആകണം. സത്യസത്യമായി പറയാണ്, പുതുതായി നീ ജനിച്ചില്ലെങ്കിൽ എങ്ങനെ പുതുതായി ജനിക്കും? ഇവിടെ വചനം പറയാണ്, നീ ദൈവവചനത്തിൽ നിന്ന് മാനസാന്തരപ്പെടണം. ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തിന്റെ അനശ്വരമായ ബീജം നിന്നെ വന്ന് വീണ്ടും പുതുതാക്കി ജനിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവത്തിന്റെ വീണ്ടും ജനന അനുഭവം, അതിനെപ്പറ്റി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും ജനനത്തിന്റെ അനുഭവം നമ്മൾ ഇറങ്ങി വരുവാൻ, നിങ്ങളെല്ലാം വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടായാൽ നിങ്ങൾ നിന്ന് ഒഴുകുന്ന ജീവന്റെ നദി നിന്നിൽ നിന്ന് നിർഗളിക്കും എന്ന് പറഞ്ഞാൽ മാനസാന്തര ഫലം നീ പുറപ്പെടുവിച്ചാൽ നിന്നെ കണ്ട് നിന്റെ അയൽപക്കത്തെ ഭവനങ്ങൾ, നിന്നെ കണ്ട് നിന്റെ വീട്ടുകാർ ദൈവവചനത്തിന് മുൻപിൽ വരും. നിന്റെ ഫലം പുറപ്പെടുന്ന കാണുമ്പോൾ അയ്യോ ക്രിസ്തു ഉള്ളവൻ, ക്രിസ്തു ഉള്ളവൾ, നിന്നെ കണ്ടിട്ട് ദൈവവചനം കൂടാൻ അവർ വരും.